മാർച്ച് മാസം 29-ാം തീയതി മുതൽക്ക് ഏപ്രിൽ മാസം 4-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാർക്കും, മേഷാദി, മേടം, ഇടവം മുതൽക്കുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങൾ സാമാന്യ നിരൂപണം ചെയ്യുകയാണ്. ഈ സമയത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യൻ മീനത്തിലാണ്, ശനി മീനത്തിലാണ്, കുജൻ കുംഭത്തിലാണ്. ഏപ്രിൽ 2 മുതൽക്ക് മീനത്തിലേക്ക് മാറും. ബുധൻ കുംഭത്തിലാണ്, ശുക്രൻ മേടത്തിലാണ്, ഗുരു മിഥുനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. മീനൻ രാശിയിൽ സൂര്യനും ശനിയും ചൊവ്വയും കർമ്മഫലം അതുപോലെ ഉത്തരവാദിത്വം ഇത് രണ്ടും പ്രാധാന്യം വരുന്നതായിട്ട് നമുക്ക് കാണാം. ബുധൻ കുംഭത്തിലാണ്. ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനം, ശാസ്ത്ര പഠനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും പ്രാധാന്യം ഉണ്ട്. ആദ്യം നമുക്ക് മേടം രാശിയുടെ ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടം രാശി. സൂര്യൻ 12-ാം ഭാവത്തിലാണ്, ശുക്രൻ ലഗ്നത്തിലുമുണ്ട്. വ്യക്തിത്വം കൂടുതൽ ഒരു ആകർഷകമായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഈ രാശിക്കാർക്ക്. എന്നാൽ മനസ്സിൽ ചില ആശങ്കകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആലോചനകൾ കൂടും. അങ്ങനെ ഒരു ആത്മസംഘർഷം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ജോലിയോ ബിസിനസ്സോ എന്താണെങ്കിലും ഓഫീസിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ആദ്യ ഭാഗത്ത് മേലുദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സോ നമ്മളെ കുറച്ചൊന്ന് സംശയത്തോട് കൂടി കാണുന്നതായിട്ട് തോന്നാമെങ്കിലും അത് ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുന്നതായിട്ട് കാണാം. ഒരു സ്ഥിരതയോടെ കരുതലോടെയും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അംഗീകാരങ്ങളൊക്കെ കിട്ടും. ധനപരമായിട്ട് വ്യക്തികൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലവുകൾ വളരെ കൂടാം. യാത്ര, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ വസ്ത്രം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പണം കൂടുതൽ ചിലവാകുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യത്തിന് കുറച്ച് കുറവ് സംഭവിക്കാം. അതായത് ഉറക്കക്കുറവുണ്ടാവാം. ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാനസിക സംഘർഷം കൊണ്ടും ഒക്കെ കുറച്ച് ആരോഗ്യത്തിന് കുറവുള്ളതായിട്ട്, ക്ഷീണം ഉണ്ടാകുന്നതായിട്ട് കാണാം. കുടുംബത്തിലാകട്ടെ കൂടുതൽ ശ്രദ്ധ കിട്ടും. നമ്മുടെ കുറച്ചുകൂടെ കുടുംബ ബന്ധങ്ങൾക്ക് ബന്ധം കുറച്ചുകൂടെ നന്നായിട്ട് വരും. എന്നാൽ ഒരു ആവേശം കൂടുതൽ കാണിക്കാത്ത രീതിയിൽ ഒരു സ്ഥിരതയോടുകൂടി അവിടെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് സൂര്യനെ ഭജിക്കുക തന്നെയാണ്. സൂര്യന് അർഘ്യം കൊടുക്കുക, ഗായത്രി മന്ത്രം ജപിക്കുക, അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ കറുക മാല മുതലായിട്ടുള്ളവ സമർപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. ദീപം സമർപ്പണവും വളരെ നല്ലതാണ്.